നമസ്കാരം. ഹെക്ടറിന്റെ മരണശേഷം ട്രോയ്ക്ക് അത് വലിയൊരു ആഘാതമായിരുന്നല്ലോ. പ്രിയാം രാജാവ് ഒരു സഭ വിളിച്ചു കൂട്ടി. അവരുടെ സൈന്യാധിപന്മാരും മന്ത്രിമാരും മറ്റു പ്രഭുക്കന്മാരും എല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഒരാൾ പറഞ്ഞു, രാജാവെ, നമ്മുടെ ഏറ്റവും ശക്തനായ പോരാളി ഹെക്ടർ മരിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നിൽക്കുന്നത് തന്നെ ആപത്താണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ നഗരം ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും ഓടിപ്പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. പ്രിയാം രാജാവ് സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എന്താ നിങ്ങൾ പറയുന്നത്? മറ്റൊരു രാജ്യത്ത് പോയി കിടന്ന് നരകിക്കുന്നേ കഴിഞ്ഞാൽ നല്ലതല്ലേ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതി മരിക്കുന്നത്? അതായിരിക്കും നല്ലത്. എന്തായാലും വിട്ടുപോകാൻ നമ്മൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് ഉണ്ടായിരുന്ന പോളിഡേമസ് എന്ന് പറഞ്ഞ ഒരു പ്രഭു ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനിയെങ്കിലും നമുക്ക് ഈ ഹെലനെയും അവിടുന്ന് കട്ടുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ഒരു സന്ധ്യ ആയിക്കൂടെ? ഇപ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും ശക്തനായ യോദ്ധാവ് മരിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെ ഒന്ന് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പാരീസ് ചാടി വീണു. പോളിഡേമസ്, നീ ഒരു ഭീരുവാണോ? എന്താ നീ പറയുന്നത്? ഹെലനെ തിരിച്ചു കൊടുക്കാനോ? ഒരിക്കലുമില്ല. എന്തൊക്കെ നഷ്ടം സംഭവിച്ചിട്ടായാലും സുന്ദരിയായ ഹെലനെ വിട്ടുകൊടുക്കാൻ പാരീസ് തയ്യാറല്ലായിരുന്നു. പക്ഷെ പോളിഡേമസ് വിട്ടില്ല. അയാൾ പറഞ്ഞു, പാരീസെ, ഒന്നോർത്തോളൂ, ഈ ട്രോയുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നീ മാത്രമായിരിക്കും. ഇവിടെ നശിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിനക്ക് മാത്രമായിരിക്കും. പാരീസ് ഒന്നും വിട്ടിയില്ല. മിണ്ടാൻ അവന് ചാൻസ് ഇല്ലായിരുന്നു. കാരണം അവനെ അറിയാമായിരുന്നു അവൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ട്രോയിലൊരു ശുഭവാർത്ത എത്തി. എന്താണെന്നോ? അവര് എത്യോപ്യയിലെ രാജാവായ മെംനോണിനെ കാത്തിരിക്കുകയായിരുന്നല്ലോ. മെംനോൺ രാജാവ് വന്നെത്തുന്നു എന്നുള്ള അറിയിപ്പ് കിട്ടി. അപ്പോൾ മെംനോൺ രാജാവ് വന്നപ്പോഴേക്കും ട്രോയ്ക്കാരുള്ള സന്തോഷപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചു. ശക്തനായ പോരാളിയാണ് അദ്ദേഹം. വന്നു കഴിഞ്ഞാൽ മിക്കവാറും എന്തെങ്കിലും ഒരു ഡിസിസീവ് ബാറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചു. അപ്പോഴും ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടായിരുന്നു, ഇനി ഈ മെംനോണും കൂടി, അക്കിലസ് എന്ന് പറയുന്ന അജേയനായ യോദ്ധാവാണ് അങ്ങേ സൈഡിലുള്ളത്. അയാൾ ഈ മെംനോണെ കൂടി വകവരുത്തിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആൾക്കാരുടെ മനസ്സിലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ പുറത്തു പറഞ്ഞില്ല. എന്തായാലും മെംനോൺ എത്തി. അടുത്ത ദിവസം ട്രോയ് പടയെ നയിച്ചത് മെംനോണായിരുന്നു. മെംനോൺ അങ്ങനെ യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരുന്നു. രണ്ട് സൈഡിലും ട്രോയുടെ പല സൈന്യാധിപന്മാരും അങ്ങനെ നടുക്ക് നിന്നിട്ട് യുദ്ധം ചെയ്ത് മെംനോൺ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് അസ്ത്രം എയ്ത് അക്കിലസ് ഈ മെംനോണിന്റെ സൈഡിൽ നിന്ന സൈന്യാധിപനെ വധിച്ചു. അപ്പോൾ മെംനോൺ നോക്കിയിട്ട് അക്കിലസിനെ കണ്ടില്ല. അയാൾ കുറച്ച് ദൂരെ നിന്നാണ് അസ്ത്രം ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പൈലോസ് രാജ്യത്തിലെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്, അവിടുത്തെ യോദ്ധാക്കളൊക്കെ. അവരുടെ ഒപ്പം നിൽക്കുന്നു അവരുടെ രാജാവായ നെസ്തോർ. അപ്പോൾ ഈ മെംനോൺ എന്ത് ചെയ്തു? നെസ്തോറിനെ ലക്ഷ്യമാക്കി ഒരു കുന്തം അങ്ങ് വലിച്ചു. ഈ നെസ്തോറിന് നേരെ കുന്തം വരുന്നത് കണ്ടിട്ട് ഈ നെസ്തോറിൻ്റെ ഇളയ മകനായ ആൻറ്റിലോക്കോസ് മുന്നിലേക്ക് ചാടി വീണു. ആ കുന്തം അയാളുടെ നെഞ്ചു തുളച്ച് കയറി. ആൻറ്റിലോക്കോസ് മരിച്ചു വീണു. മകൻ്റെ മരണത്തിൽ കോപവും എന്താണെന്ന് പറയുക, സങ്കടവും എല്ലാം സഹിക്കവയ്യാഞ്ഞപ്പോൾ ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് നെസ്തോർ മെംനോൺ നേരെ പാഞ്ഞു. അടുത്തെത്തിയിട്ടും മെംനോൺ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. അയാളോട് പറഞ്ഞു, രാജാവെ, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ ഞാനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അപ്പോഴാണ് മെംനോൺ ഓർത്തത്, ഈ നെസ്തോർ എന്ന് പറയുന്നത് വയോവൃദ്ധനായ ഈ രാജാവ് തൻ്റെ പിതാവിൻ്റെ വലിയ സുഹൃത്തായിരുന്നു ഒരു കാലത്ത് എന്നറിയുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ ഞാനൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ചാവാൻ തയ്യാറായിട്ടാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. പക്ഷേ ടൈം ബീയിങ് ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു.
നെസ്തോർ അത്യധികം ദുഃഖത്തോടു കൂടി അവിടുന്ന് വന്നു നേരെ അക്കിലസിൻ്റെ അടുത്ത് ചെന്നു. അക്കിലസിനോട് പറഞ്ഞു, അക്കിലസ്, എൻ്റെ മകനെ മെമ്നോൻ വധിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി നീ അവനോട് പകരം ചോദിക്കണം. അവനെ നീ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അവനെ കൊല്ലണം നീ എന്ന് പറഞ്ഞു. അക്കിലസ് അതിന് തന്നെയാണല്ലോ നിൽക്കുന്നത്. യുദ്ധം വീണ്ടും ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുവരികയാണ്. അവസാനം മെമ്നോണും അക്കിലസും നേരെ നേരെ വന്നു. തമ്മിൽ ഒറ്റയ്ക്കുള്ള പോരാട്ടമായി. ആയുധങ്ങൾ അങ്ങനെ മിന്നിത്തിളങ്ങുന്നു. അവ അങ്ങനെ കൂട്ടിമുട്ടുന്നതിൻ്റെയും ഝഞ്ചൻ എന്നുള്ള ശബ്ദം മാത്രം കേൾക്കാം. പൊട്ടിപ്പടലം, ഇവരുടെ യുദ്ധത്തിൻ്റെ ആ തീവ്രത കൊണ്ട് പൊട്ടിപ്പടലം അങ്ങ് മേഘത്തോളം ഉയർന്നു. ആൾക്കാരെല്ലാം അവരുടെ യുദ്ധം മാറ്റിവെച്ചിട്ട് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ തുടങ്ങി. അത്ര ഭീകരമായ യുദ്ധം നടക്കുകയാണ്. ആർക്കും വലിയ ഏറ്റക്കുറച്ചിലൊന്നും കാണാത്ത രീതിയിൽ യുദ്ധം അങ്ങ് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ആൾക്കാർ നോക്കി നിൽക്കെ അക്കിലസിൻ്റെ വാൾ മെമ്നോന്റെ നെഞ്ചു തുളച്ചു കയറി. അയാളവിടെ മരിച്ചുപോയി. മെമ്നോൻ മരിച്ചത് കണ്ടപ്പോഴേക്കും ട്രോയ്ക്കാർ ഭയപ്പെട്ടു. അവരെല്ലാം തിരിഞ്ഞോടാൻ തുടങ്ങി. തിരിഞ്ഞോടുന്ന ട്രോയ്ക്കാരുടെ പിന്നാലെ അക്കിലസും ഗ്രീക്ക് സൈന്യവും വെച്ചുപിടിച്ചു. യവനന്മാർ വിചാരിച്ചു, ഇന്ന് നമ്മൾ ട്രോയ് കോട്ടയെ പിടിച്ചിരിക്കും, ഇത് മുഴുവൻ ഞങ്ങൾ ഇന്ന് കത്തിച്ച് ചാമ്പലാക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്ന അക്കിലസിൻ്റെയും കൂട്ടുകാരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടി കോട്ടവാതിൽക്കൽ എത്തിയപ്പോൾ അക്കിലസിൻ്റെ കണങ്കാലിൽ പൂറ്റിയിൽ ഒരു അസ്ത്രം വന്ന് തറച്ചു. ഒളിച്ചു നിന്നുകൊണ്ട് ആ അസ്ത്രം അയച്ചത് പാരീസ് ആയിരുന്നു. അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് അക്കിലസ് അവിടെ ഇരുന്നു. കാരണം നിങ്ങൾക്കറിയാം, അക്കിലസിന് ഹീലിൽ അഥവാ പൂറ്റിയിൽ 50 എന്തെങ്കിലും ആയുധം തറച്ചാൽ മാത്രമേ അയാൾക്ക് മരണമുള്ളൂ. ആ കഥ മുമ്പ് പറഞ്ഞു ഓർക്കുന്നില്ലേ? അയാളുടെ അമ്മ ഇങ്ങനെ സ്റ്റിങ്സ് നദിയിൽ മുക്കിയെടുത്ത കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ വീണ അക്കിലസ് രക്തസ്രാവം മൂലം ഉടനെ തന്നെ, അതായത് വീണ് കൂടുതൽ സമയം എടുക്കാതെ തന്നെ അക്കിലസ് അവിടെ മരിച്ചു വീഴുകയാണ്. അക്കിലസ് മരിച്ചത് കണ്ട് ഈ ട്രോയ്ക്കാർ വീണ്ടും സന്തോഷത്തോടെ പാഞ്ഞു വന്നു അക്കിലസിൻ്റെ മൃതദേഹം കൊണ്ടുപോയിട്ട് നായ്ക്കും നരിക്കും തീറ്റിക്കാനുള്ള അവരുടെ ഇതാണ്. ഓടി വരുമ്പോഴേക്കും ഒഡീസിയൂസും മെൽനാവൂസും എല്ലാവരും പാഞ്ഞെത്തി. അക്കിലസിൻ്റെ മൃതദേഹം അവർ സംരക്ഷിച്ചു പിടിച്ചു. സ്വയം പരിക്കേറ്റവനായിട്ട് പോലും ഒഡീസിയൂസ് അക്കിലസിൻ്റെ മൃതദേഹം തോളിലേറ്റി പാളയത്തിലേക്ക് നടന്നു. അക്കിലസിൻ്റെ മൃതദേഹം അവരവിടെ വിധി പോലെ സംസ്കരിച്ചു. അവർ അഗ്നിക്കിരയാക്കുകയാണ് ചെയ്യുക. ചിതയിൽ തീ കൊളുത്തി. എന്നിട്ട് ആ ചിതാഭസ്മം ഒരു സ്വർണ്ണക്കപ്പിലാക്കി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പെട്രോക്ലോസിൻ്റെ ചിതാഭസ്മം വെച്ചിരിക്കുന്ന ആ സ്വർണ്ണക്കപ്പിനോട് ചേർത്ത് അക്കിലസിൻ്റെ ചിതാഭസ്മമേറിയ ഈ സ്വർണ്ണക്കപ്പും അവർ സൂക്ഷിച്ചു വെച്ചു. അക്കിലസിന് ശേഷം യുദ്ധത്തിൽ എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് നോക്കാം. അതിനെപ്പറ്റി അടുത്തതാണ്. നമസ്കാരം.